സ്വാമി ശരണം. വീണ്ടും ഒരു ശബരിമല വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ 2 ദിവസം മുന്നേ ശബരിമലയ്ക്ക് പോയിരുന്നു. ഇതിന്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ അറിയാം. ഞാൻ വസ്ത്രം മാറിയിരുന്നു, മലയ്ക്ക് പോയിരുന്നു. അവിടെ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സത്യത്തിലെ എന്തൊക്കെയോ ഒരു അഡ്മിനിസ്ട്രേഷൻ പിഴവുകളുള്ള പോലെ തോന്നി. ഞാൻ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ട്രാൻസ്പോർട്ട് ബസ് മാത്രമുള്ള അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ കുറവ് പ്രൈവറ്റ് കാറുകളെ അവർ തുറന്ന് ഇവിടേക്ക് വിടുന്നുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സുകളിലാണ് സാധാരണക്കാരുടെ യാത്ര. അത് പണ്ടും അങ്ങനെയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ട്. ആരോ എന്തുകൊണ്ടോ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പിഴവ് ഞാൻ കണ്ടു. ആ പിഴവൊന്ന് ഒരുപക്ഷെ പലരുടെയും കണ്ണു തുറക്കാൻ ഇത് സാധിച്ചെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്. ജനങ്ങള് ബസ്സുകൾ വന്ന് നിൽക്കുന്നു, ജനങ്ങൾ ബസ്സുകളുടെ പിന്നാലെ ഓടുകയാണ്. നമുക്ക് കയ്യൂക്കുള്ളും കാര്യക്കാരെന്ന് എന്ന് പറഞ്ഞ പോലെ പറ്റാവുന്നവൻ കയറി പറ്റും. അല്ലാത്തവര് വയസ്സായവരും കുട്ടികളൊക്കെ അവിടെ നിൽപ്പ് തന്നെയാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 ദിവസം മുന്നേ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഒരു 10 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് എനിക്ക് ദർശനം കിട്ടിയത്. പമ്പയിൽ നിന്ന് തന്നെ തിരക്കായിരുന്നു. ഈ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഈ തിരക്ക് നിലയ്ക്കലിൽ നിന്ന് കൂടി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ അധികൃതരെയും അതുപോലെ അവിടെ ഉള്ള മേലുദ്യോഗസ്ഥരെയും അറിയിക്കാൻ വളരെ വിനീതമായിട്ട് ശ്രമിക്കുകയാണ്. ബാരിക്കേഡുകൾ കെട്ടിയിട്ടുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കുണ്ട്. അങ്ങനെ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന ഭക്തരെ ലൈനുകളാക്കി തിരിച്ച് അവർക്ക് ഓരോ ചെറിയ വഴികൾ വെച്ച് ബാരിക്കേഡ് വെച്ച് അതിലേക്ക് ബസ്സിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഭക്തന്മാർ ലൈൻ നിൽക്കും, ബസ്സുകൾ വന്ന് കറക്റ്റായിട്ട് നമ്മളെ ബോംബെയിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ ബസ്സുകളുടെ ഒരു എന്താ പറയുക ഒരു ബാരിക്കേഡ് പോലെ ഒരു പൈപ്പ് ഇട്ടുണ്ടാകും. ആ പൈപ്പിനകത്തൂടെ നമ്മൾ പോകുന്നു. ബസ് കറക്റ്റായിട്ട് ബസ്സിന്റെ വാതില് അതിനോട് ചേർത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കറക്റ്റായിട്ട് ക്യൂ ആയിട്ട് നിന്നിട്ട് അങ്ങനെ കയറുന്നു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നു. ഞാൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഒരു സ്ത്രീ വീണു. ആ സ്ത്രീയുടെ മേലെ കൂടെ 4-5 പേര് ഓടിക്കേറി. കുട്ടികള് ആകെ കരച്ചില് പിഴിച്ചില് ആകെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെ ബാരിക്കേഡ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവര് വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ബസ്സുകളെ കറക്റ്റായിട്ട് ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ ഓപ്പൺ ഭാഗത്ത് പഴയ ബസ്സുകൾ കൊണ്ടു നിർത്തണം. അതുപോലെ ഭക്തരെ ലൈൻ ചെയ്തിട്ട് നിർത്തണം. എന്നിട്ട് ഓരോരുത്തരായിട്ട് 5-6 ബസ് ഒരു മിനിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ബസ്സുകളുടെ പുറകെ ഓടേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ബസ്സുകൾ കൊണ്ടു നിർത്തുക, ആൾക്കാരെ വരിവരിയായി നിർത്തിയിട്ട് വളരെ സൗകര്യമായിട്ട് നമുക്ക് അതിനകത്ത് കയറാനുള്ളൊരു സംവിധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ കൂടെ 14 പേര് ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 മണിക്കൂർ ലൈൻ നിന്നപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കാലിൽ നീരും ഇതൊക്കെ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് അഡ്മിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരും വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും പോലീസും അതുപോലെ മറ്റുള്ള അധികൃതർക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ യാത്ര സുഗമമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.